ലാലേട്ട വാക്ക് പാലിക്കണം. നിങ്ങളോട് നമുക്കൊരു ബഹുമാനമുണ്ട്. ജാസ്മിനെ പിടിച്ച് പുറത്താക്കണം. ലാലേട്ടൻ പറഞ്ഞ വാക്കിന് ഒരിത്തിരിയെങ്കിലും വിലയുണ്ടെങ്കിൽ. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആദ്യമായിട്ട് ജാസ്മിൻ വാണിംഗ് കൊടുത്തത് ഇങ്ങനെയാണ്. ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കാരണം മൈക്ക് ധരിക്കുക, ജാസ്മിൻ മൈക്ക് ധരിക്കുക, ജാസ്മിൻ മൈക്ക് ധരിക്കുക. ആ ഒരു സംഭവത്തിന്റെ സമയത്ത് ലാലേട്ടൻ വീഡിയോ ക്ലിപ്പ് ഇട്ട് പറഞ്ഞത് ഇനി മൈക്ക് ധരിച്ചോണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. നെക്സ്റ്റ് വീക്ക് എന്താണ് സംഭവിച്ചത്? മൈക്കൊക്കെ ധരിച്ചു, ഇടയ്ക്കൊക്കെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ മൈക്ക് മാറ്റി വെച്ച് പതുക്കെ സംസാരിക്കുക, ആംഗ്യഭാഷയിൽ സംസാരിക്കുക, മേലെഴുതി സംസാരിക്കുക. ഇത് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ വീഡിയോ കാണിച്ച് നാണം കെടുത്തുന്നില്ല, അവിടെ തന്നെ ഫേവറിസം ചെയ്യുന്നുണ്ട്. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ മൈക്ക് മാറ്റി വെച്ച് പറഞ്ഞു വിടുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഉദ്ദേശിച്ചത് ലാലേട്ടൻ ജാസ്മിനെയും ഗബ്രിയും തന്നെയാണ്. അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ മൈക്ക് മാറ്റി വെച്ച് ഗബ്രിയുമായിട്ട് സംസാരിക്കുന്ന ജാസ്മിൻ, ആ സമയത്ത് ക്യാപ്റ്റൻ ജിൻഡോ എന്ന് പറയുന്നില്ല, ഒരു കണ്ടസ്റ്റന്റ് അവിടെ പോയിട്ട് പറയാണ് ജാസ്മിനോട് മൈക്ക് ധരിക്കാൻ. ആ സമയത്ത് താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് ധരിക്കാൻ സൗകര്യമില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. അത് ബിഗ് ബോസിന്റെ റൂളിനെതിരാണ്. എന്നിട്ട് പറയുന്നത് താൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കണം, ഞാൻ ധരിക്കില്ല. അഹങ്കാരത്തോടെയാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയത്ത് നാടകം കളിച്ചു. അത് നമുക്കറിയാം. അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുക, അതായത് കയ്യിൽ നിന്ന് പോയ സമയത്ത് കരഞ്ഞ് നിലവിളിക്കുക, തോന്നിവാസം കാണിക്കുക. മൈക്ക് ധരിക്കാൻ കഴിയില്ലെങ്കിൽ ഷോയിലേക്ക് വരരുത്. അപ്പൊ ലാലേട്ടൻ വാൺ ചെയ്തിട്ടുള്ളത് മൈക്ക് ധരിച്ചിട്ടില്ലെങ്കിൽ പുറത്താക്കുന്നാണ്. ഇത് ധിക്കാരത്തോടെയാണ് ബിഗ് ബോസിനെ പോലും വെല്ലുവിളിച്ച് മറ്റുള്ള കണ്ടസ്റ്റന്റിന് ഇല്ലാത്ത ഫേവറിസം കാണിക്കുന്ന ബിഗ് ബോസിനോട് പറയാനുള്ളത്, പുറത്താക്കിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ പറഞ്ഞ വാക്കിലാണെങ്കിൽ എടുത്ത് പുറത്ത് കളയണം. എനിക്ക് സൗകര്യമില്ലാതെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ നിർത്തേണ്ട കാര്യം ബിഗ് ബോസിനില്ല. അതല്ലെങ്കിൽ വലിയൊരു പണിഷ്മെന്റ് കൊടുക്കണം. ഫേവറിസം ആയിട്ട് ജാസ്മിന് പല കാര്യങ്ങളും ബിഗ് ബോസ് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.